വർണ്ണങ്ങളുടെ നിറക്കൂട്ടായിട്ട് അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചം അത് കാണുവാനായിട്ട് ഒരവസരം കൂടെ തന്ന്, ഒരു ദിവസം കൂടെ തന്ന്, ഒരു കാലഘട്ടം കൂടെ തന്ന് എന്നെ ക്ഷണിച്ചതിന്, ഉണർത്തിയതിന് നന്ദി പറയുന്നു. എനിക്ക് ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ മാത്രമല്ല, അത് കാണുവാനും അത് തിരിച്ചറിയുവാനും അത് നൽകുന്ന സന്തോഷം അനുഭവിക്കാനുമൊക്കെ ആയിട്ടും അനുഗ്രഹിച്ചെന്ന് നന്ദി പറയുന്നു. ഒരർത്ഥത്തിൽ അതല്ല ഏറ്റവും വലുത്. നമ്മുടെ എന്തുണ്ട് എന്നതിനെ നോക്കിയിട്ട് പോലും സന്തോഷിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉള്ളതിനോർത്ത് നന്ദി പറഞ്ഞ് അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനോഭാവവും അതിന് തക്ക ആരോഗ്യവും അതിന് തക്കവണ്ണമുള്ളൊരു വിശാല മനസ്സുമുണ്ടായാൽ തന്നെ ജീവിതം സ്വസ്ഥമല്ലേ? എന്ത് ഇല്ല എന്നതിനേക്കാൾ എന്ത് ഉണ്ട് എന്നതിൻ്റെ നിറവിനെയോർത്തുള്ള സന്തോഷം. ഞാനിത് ഓർക്കാൻ കാരണം, കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ ഓണപ്പൂക്കള മത്സരം, ഈ പൂക്കളങ്ങൾ, വിവിധ പൂക്കളങ്ങൾ കാണാൻ വന്ന വിദേശികളായ 1-2 പേരുടെ ചില കമൻസ് ഓർത്തിട്ടാണ്. അപ്പം അവർ പറയായിരുന്നു, അവരുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം പൂന്തോട്ടങ്ങളുണ്ട്, പൂച്ചെട്ടികളുമുണ്ട്. അപ്പം ഈ പൂച്ചെട്ടികളോ പൂന്തോട്ടങ്ങളോ ഒന്നും ഇങ്ങനൊരു കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഒരേ തരം പൂക്കൾ വളരുന്ന പൂന്തോട്ടമുണ്ട്, പലതരം പൂക്കളുള്ള പൂന്തോട്ടമുണ്ട്. പക്ഷെ ഇടകലർന്ന് പല പൂക്കൾ നിൽക്കുന്ന ഒരു പൂന്തോട്ടം അവർക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു, അതാണ് ഈ പ്രപഞ്ചം. സൃഷ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആരും അല്ലെങ്കിൽ എല്ലാവരും ഒരേ രൂപത്തിലോ ഓരോ ഭാവത്തിലോ ഒരേ രീതിയിലോ അല്ല, എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞതാണ്. എന്നിരുന്നാലും അവരെല്ലാവരും ഒരുമിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. കാരണം അവരെല്ലാവരും മനുഷ്യനാണ്. മനുഷ്യൻ്റെ മനസ്സ് ഉള്ള ഒരു കാലത്തോളം, വ്യക്തിക്കൊരു മനുഷ്യൻ്റെ മനസ്സുള്ള കാലത്തോളം, എന്ത് നിറമായാലും, എന്ത് ജാതിയായാലും, എന്ത് സ്ഥാനമായാലും, എന്ത് പ്രശ്നമായാലും അവിടെയെല്ലാം ഒരുമിച്ചുള്ള നിലനിൽപ്പ് സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു അഷ്വറൻസ് ആണ് ഈ പൂന്തോട്ടം എന്ന് സൂചിപ്പിക്കണ്ടേ. അവർ പറഞ്ഞു, 1-2 കമൻസ് കൂടെ പറയട്ടെ. ഓണക്കാലത്താണ് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത, ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുമയോടും അല്ലെങ്കിൽ ഒത്തൊരുമയോടും കൂടി നിന്നാൽ മനോഹരമായ ഒരു കാഴ്ചയാവും അത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയാനുണ്ടായ കാരണം, ഒരു കുട്ടി അതിൽ നടന്നു പോയപ്പോൾ ആ പൂക്കളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ നല്ലൊരു പൂക്കളത്തിൻ്റെ കുറച്ച് ഭാഗം വല്ലാതെ അലങ്കോലപ്പെട്ടു. അപ്പം അദ്ദേഹം പറയായിരുന്നു, ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തന്നെ ചുറ്റുപാടുകളുടെ മനോഹാരിത നമ്മളായിട്ട് തകർക്കുകയാണ്. പക്ഷെ ആ തകർത്തതിന് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ക്യാൻ ബി റെസ്റ്റോർ, റീബിൽഡ്, റീകൺസ്ട്രക്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അത് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ റീബിൽഡും റീകൺസ്ട്രക്ഷൻ നടക്കുന്ന പ്രക്രിയയിൽ ആരെയും ഒഴിവാക്കാതെ തന്നെ എല്ലാവരെയും തുള്ളിത്തെറിച്ചു പോയ എല്ലാ കൊച്ചു പെറ്റൽസ്, ഇതളുകളെ പോലും എടുത്തിട്ട് അവയെല്ലാം അതേപോലെ മനോഹരമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പം ആരെയും ഒഴിവാക്കാതെ നമ്മൾ ഒരു സമൂഹം നിർമ്മിച്ചാൽ സമൂഹത്തിൻ്റെ മനോഹാരിത നല്ലതായിരിക്കും. ആരെങ്കിലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ചാലോ, ആ ചിതറിപ്പോയ പൂക്കളം മാറ്റിയിട്ട് അവിടെ മാത്രം റിപ്പയർ ചെയ്താലോ അതിൻ്റെ ഒറിജിനൽ മനോഹാരിത ഉണ്ടാവില്ല. അപ്പോൾ ഇൻക്ലൂസീവ് കൾച്ചറിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കണ്ടായി. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, ഇതൊരു യൂണിറ്റിയുടെ മാത്രമല്ല, ഒരു ഹ്യൂമിലിറ്റിയുടെ കൂടി ഒരു സന്ദേശമാണ്. ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ഹ്യൂമിലിറ്റി ആസ് വെൽ. ഓരോ പൂവും അതിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് പൂന്തോട്ടത്തിൽ തല ഉയർത്തി ചങ്കി വിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പൂക്കളമാവാൻ വേണ്ടിയിട്ട് അവ അവിടെ നിന്നും എടുക്കപ്പെട്ട് അവരെ ഇതളുകളാക്കി കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ മനോഹരമായ പൂക്കളമായി.
അത് താഴാൻ ചെറുതായപ്പോൾ വലിപ്പമുണ്ടായി. താൻ ചെറുതായാൽ തൻ്റെ ചുറ്റുപാട് വലുതാവും എന്ന് കാണാൻ കഴിയുന്ന ഒരവസ്ഥ, അതാണ് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമിലിറ്റി എന്നത്. അങ്ങനെ കുറേ അധികം ചിന്തകൾ, കുറേ അധികം നേരം ഇവരുമായിട്ട് സംസാരിക്കാനിടയായി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് വെറും ദ്യോതകങ്ങളാണ്. ഇതൊക്കെ ഒരു പ്രതീകാത്മകമാണ്. ഈ പൂക്കളങ്ങളെല്ലാം മനുഷ്യരുടെ സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹം മാത്രമല്ല, ആവാസ വ്യവസ്ഥിതിയെ തന്നെ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാത്തിനും ഉൾക്കൊണ്ടുപോകണം. കാരണം ഈ പ്രപഞ്ചവും നമുക്ക് ആവശ്യമുള്ളതാണ്. മനുഷ്യർ മാത്രമല്ല, മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം എന്നുണ്ടെങ്കിലും ആ പ്രപഞ്ചത്തെ നശിപ്പിച്ചുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടതെന്നും പ്രപഞ്ചത്തെ പരിഗണിച്ചുകൊണ്ടും പ്രപഞ്ചത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് നിലനിൽപ്പെന്നുള്ള തിരിച്ചറിയാനും. അപ്പം അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ, അതിനെയാണ് രാമരാജ്യമെന്നോ ദൈവരാജ്യമെന്നോ സ്വർഗരാജ്യമെന്നൊക്കെ നമുക്ക് ഇവിടെ പറയാവുന്നത്. അതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചുള്ള നിത്യത തുടങ്ങിയുള്ള പല കൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷേ ആ കൺസെപ്റ്റുകളുടെ എല്ലാം ആരംഭം ഇവിടെ തന്നെയാണ്. ഈ ദൈവരാജ്യം, ഈ രാമരാജ്യം, ഈ സ്വർഗരാജ്യം ഇവിടെ നാം ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തുടർച്ച മരണശേഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അപാകതയുണ്ട്. പ്രതീക്ഷ അസ്ഥാനത്താവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇവിടെ ഒരു നല്ല രാജ്യം, നല്ല സമൂഹം, നല്ലൊരു കുടുംബം, നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു ആവാസ വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരും.